റിലീസ് അങ്ങനെ മൂന്നാമത്തെ ചിത്രം നമ്മൾ കണ്ടിരിക്കുന്നു. ഒരു ചെറിയ ഒരു വലിയ ഇടിപ്പടം. അതെ, കൊണ്ടൽ തന്നെ. കൊണ്ടൽ അങ്ങനെ ഇന്ന് പോയി കണ്ടു. പക്ക ഞാൻ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു ഇടിപ്പടം. ആൻ്റണി വർഗീസ് എന്ന ആൻ്റണി പെപ്പെ ഇനി മുതൽ ഇടി സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളി സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ ചെയ്ത എല്ലാ ഇടിപ്പടങ്ങളും ഹിറ്റാണ്. അത് അങ്കമാലി ഡയറീസ് ആണെങ്കിലും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണെങ്കിലും ഇപ്പോൾ അവസാനം ഇറങ്ങിയ RDX ആണെങ്കിൽ പോലും ഇടിയുണ്ടോ പടം വിജയിക്കും. അതാണ് ആൻ്റണി പെപ്പയുടെ രാശി. ഈ പടത്തിൽ അതുപോലെ തന്നെയാണ് അവസാനം വരെ ക്ലൈമാക്സ് വരെ ഇടി. അത് ഒന്നൊന്നര ഇടിയാ, സൂപ്പർ ഇടിയാ, പാഞ്ച് നല്ല നെഞ്ച് കൂളാക്കണ ഇടിയാ. അതുകൊണ്ട് ഇടിപ്പടം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പടം നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിനകത്ത് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കാണ് ഇനി കിടക്കാൻ പോകുന്നത്. മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടർ അജിത്തെ മോനെ നിനക്ക് പണി പക്കയായിട്ട് അറിയാമെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് കൂടാതെ നീ എടുത്തേക്കുന്ന ഈ എഫേർട്ടിന് ഒരു ബിഗ് സല്യൂട്ട് നിനക്ക് തരണം. കാര്യം നീ കരയുന്നു. ഇപ്പം നമ്മൾ കരയിൽ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് സിനിമാസ് നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു അവിടെ കുഴപ്പമില്ലെന്നല്ല, അവിടെയും കുഴപ്പമുണ്ട്. പക്ഷേ എന്നാൽ പോലും കടലിൽ ചെന്നിട്ട് ആ ഒരു തിരമാലയും കാര്യം നടുക്കടലിൽ വെച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റും. ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഇടയിൽ ഈ ഒരു സിനിമ അത്ര ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നിനക്കൊരു വലിയ സല്യൂട്ട് തന്നെ തന്നേ പറ്റൂ. അതും ഈ ഒരു ഇടിപ്പടം. കാരണം അതിനകത്ത് ആക്ഷൻസാണ് മൊത്തം വന്നേക്കുന്ന കടലിൽ. അപ്പോൾ ആക്ഷൻസ് ഇത്ര ഗംഭീരമായിട്ട് എടുത്ത് വെക്കണമെങ്കിൽ അത് നന്നായിട്ട് പണിയറിയാവുന്ന ഒരുത്തനെ പറ്റുള്ളൂ. അതുപോലെ ഈ അജിത്തിന് സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ ജിതിൻ, ഇതിൻ്റെ ക്യാമറാമാൻ, ഇതിനെ നീ വെച്ചേക്കുന്ന ഓരോ ആംഗിളും, ഓരോ സ്റ്റണ്ടിന് വെച്ചേക്കുന്ന ഓരോ ആംഗിളും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഒരു രക്ഷയില്ല. സൂപ്പർ എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ എനിക്കറിയത്തില്ല. നിങ്ങളുടെ സ്റ്റണ്ട് മാസ്റ്റർ നിങ്ങൾ വേറെ ലെവലിലേക്ക് നിങ്ങൾ മാറും എന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. നിങ്ങൾ അത്ര ഗംഭീരമായിട്ട് ഇന്നത്തെ എല്ലാ സ്റ്റണ്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും, മെയിനായിട്ട് ഷബീർ കല്ലറയ്ക്കൽ ചേട്ടാ, നിങ്ങൾ നമ്മളെ പല സിനിമകളിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വന്ന് അഭിനയിച്ചിട്ട് പോകുമ്പോൾ, എക്സാമ്പിൾ നമ്മുടെ ആ ഒരു ആര്യയുടെ പടം, നമ്മുടെ ആ ഒരു ബോക്സിങ്ങിൻ്റെ പടത്തിനകത്ത് നിങ്ങൾ വന്ന് ആ ഒരു ക്യാരക്ടർ ചെയ്തു വളരെ. ഇപ്പം അതുപോലെ ഇതിനകത്ത് നമ്മുടെ ദുൽഖറിൻ്റെ കൊത്തയ്ക്കകത്ത് വന്നൊരു ക്യാരക്ടർ ചെയ്തു. പക്ഷെ അതൊക്കെ വെച്ച് വേറൊരു രീതിയിലാണ് ഇതിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ ക്യാരക്ടർ അടിപൊളി. അതുപോലെ തന്നെ ശരത് സാബയുടെ ക്യാരക്ടറിനെ പറ്റി എടുത്തു പറയണം. അത് പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്വി ഷെട്ടി, നമ്മുടെ ടോബി, അതുപോലെ ടർബോയിലെ വില്ലനൊക്കെ ഉള്ള രാജ്വി ഷെട്ടി കുറച്ച് നേരെ ഉള്ളെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് പുള്ളിക്ക് കിട്ടിയ റോള് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും ഇതിനകത്ത് വന്നേയും പോയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ റോള് കൃത്യമായിട്ട് ചെയ്ത് വളരെ രീതിയിൽ ആൻ്റണി പെപ്പയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഈ കടലിലെ സ്റ്റണ്ട് നമ്മളെപ്പോഴും അതിൻ്റേതായ ഒരു നമുക്കറിയാം അതിൻ്റെ ഒരു വേരിയേഷൻ എങ്ങനെയാണെങ്കിലും വരുന്നതെന്ന്. പക്ഷെ അത് ഇത്ര ഗംഭീരമായിട്ട് ആ ഒരു ദുർഘട ഘട്ടങ്ങളെ എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് അവർ ഇത് എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് അവർക്കൊരു നല്ലൊരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റൂ. അതിനുവേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ഈ പടം പോയി കാണുകയും ചെയ്യാം. അതുപോലെ നിങ്ങളെല്ലാവരും ഈ പടം, ഒരു ഇടിപ്പടം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് പോയി കാണണം. കാരണം ഈ ഓണത്തിന് ഇറങ്ങിയ 4 ജോണറിലുള്ള പടങ്ങളാണ്. നമ്മൾ ഏത് കാണാൻ പറ്റും എന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാര്യം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ 4 പടങ്ങളും ഉണ്ട്. ആക്ഷനുണ്ട്, നല്ല ത്രില്ലറുണ്ട്, നല്ല എപ്പിക് മൂവീസ് ഉണ്ട്, അതുപോലെ കോമഡി ഉണ്ട്, അതുണ്ട്. അപ്പോൾ ഏത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഓണത്തിന് തിയേറ്ററിൽ പോയാൽ അവർക്ക് ആവശ്യമുള്ള സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് വെച്ചാൽ പോയി കാണുക. ഓക്കെ, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവെൽ വരെ ഈ സിനിമ നമ്മൾ കൊണ്ടുവന്ന രീതിയുണ്ട്. നല്ല ഫ്ലോയിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞതിൻ്റെ പൊന്നെ ഇടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ക്ലൈമാക്സിൽ ഒക്കെ പറയുമ്പോൾ എൻ്റെ ഒട്ടുക്കത്തിടി. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അരോചകം ഉണ്ടാവത്തില്ല ഇടി കാണുമ്പോൾ. കാരണം നമ്മൾ അതിനകത്ത് നമുക്ക് തോന്നും ഇങ്ങനെ ഇടിച്ച് കാണാൻ രോമാഞ്ചമൊക്കെ വരും. നമുക്ക് ആ ഇടിക്കാൻ നമുക്ക് ഒരാവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കണമെന്ന് തോന്നാനേക്കാൾ ഈ അന്യൊക്കെ എടുത്ത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾ തന്നെ പോയി കാണും. നമുക്ക് തന്നെ ഇടിക്കാൻ തോന്നും. പിന്നെ എല്ലാം കൊണ്ടും സൂപ്പർ. ആർട്ട് സൈഡാണെങ്കിലും ഈ പറഞ്ഞ സ്റ്റണ്ട് സൈഡാണെങ്കിലും ഡയറക്ടോറിയൽ സൈഡാണെങ്കിലും ക്യാമറ സൈഡാണെങ്കിലും എക്സ്പെഷ്യലി ഇവരെല്ലാം അഭിനയത്തിൻ്റെ വേലായാലും എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പടവും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കണ്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കണം. കാര്യം അത്ര എഫേർട്ട് അവർ എടുത്തിട്ടുണ്ടെന്ന് ഈ പടം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകളാണ് എൻ്റെ വിജയം. സോ ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്കെന്നും ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നു.